പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള കടുത്ത ശ്രമങ്ങൾ തന്നെയാണ് ദുബായ് അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ. അതിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് ഇവിടെയെല്ലാം നടന്നു വരുന്നത്. പ്രശസ്തമായ മാളുകളും ഹോട്ടലുകളും ഒക്കെ അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. കോവിഡ് ഭീഷണി തുടർന്നാണ് ഇത്തരത്തിൽ എല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ദുബായിലടക്കം ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ അത്ര കണ്ട് ഘടിപ്പിച്ചത്. ഇപ്പോൾ ഒരു നിർണായക പരീക്ഷണവുമായി ദുബായ് വന്നിരിക്കുകയാണ്. വാഹനത്തിലിരുന്ന് വെറും 5 മിനിറ്റ് കൊണ്ട് കോവിഡ് പരിശോധന നടത്തി മടങ്ങാവുന്ന ഒരു കേന്ദ്രം ദുബായിൽ തുടങ്ങിക്കഴിഞ്ഞു. ദുബായ് ഹെൽത്ത് അതോറിറ്റിയാണ് ഇത്തരത്തിലൊരു കേന്ദ്രം തുടങ്ങിയിരിക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിനായി ദുബായിൽ പൊതുജനങ്ങൾക്ക് സൗജന്യ പരിശോധനയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് പരിശോധനാ സമയം. ദുബായ് അൽ നാസർ ക്ലബിലാണ് ഈ പരിശോധന നടത്തുക. സ്വദേശികൾക്കും വിദേശികൾക്കും സൗജന്യമായി ഇനി മുതൽ ഈ സേവനം ലഭ്യമാകും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ 800342 എന്ന നമ്പറിൽ വിളിച്ച മുൻകൂട്ടി ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്തവർക്ക് മാത്രമായിരിക്കും ഈ സേവനം ഈ ഘട്ടത്തിൽ ലഭിക്കുക. കോവിഡ് ലക്ഷണമുള്ളവർ, മുതിർന്നവർ, ഗർഭിണികൾ, നിശ്ചയദാർഢ്യം ഉള്ളവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും. DHA എന്ന ആപ്പിൽ 24 മണിക്കൂറിനുള്ളിലാണ് ഫലം അറിയിക്കാനാവുക. ഇതിനായി DHA എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. പേഷ്യന്റ് സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. തുടർന്ന് ലാബ് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്താൽ പരിശോധനാ ഫലം ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ബുക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കൺഫർമേഷൻ സന്ദേശവുമായി കാറിൽ സ്ഥാപനത്തിലെത്താം. ആരോഗ്യ പ്രവർത്തകർ നേരിട്ടെത്തി ചൂടാക്കും. തുടർന്ന് നീളമുള്ള ബഡ്സ് പോലുള്ള ഒരു ഉപകരണം കൊണ്ട് അവർ മൂക്കിൽ നിന്ന് സ്രവമെടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യും. തുടർന്ന് നിങ്ങൾക്ക് മടങ്ങാവുന്നതാണ്. കാറിൽ പുറത്തിറങ്ങുമ്പോഴും മാസ്കും ഗ്ലൗസും കൃത്യമായി ധരിക്കാൻ ശ്രദ്ധിക്കണം. കാറിൽ 3 പേരിൽ കൂടുതൽ യാത്ര ചെയ്യാൻ പാടില്ല. പോലീസ് തടഞ്ഞാൽ കൺഫർമേഷൻ സന്ദേശം അവരെ കാണിച്ചാൽ പ്രശ്നം. യാതൊരു കാരണവശാലും പേടിക്കാതിരിക്കുക. ഈ സമയവും സ്വയം സമ്പർക്ക വിലക്കാണ് ഏർപ്പെടുത്തേണ്ടത്. DHAയിൽ നിന്ന് നിങ്ങളെ ബന്ധപ്പെടും. 24 മണിക്കൂറിനുള്ളിൽ DHAയിൽ നിന്ന് നിങ്ങൾക്ക് വിളി വന്നില്ല എങ്കിൽ മുമ്പ് ഡയൽ ചെയ്ത അതേ നമ്പറിൽ വിളിക്കുക. അവർ തുടർന്ന് നടപടികൾ സ്വീകരിക്കുമെന്നതിനാണ് അറിയാൻ കഴിയുക. യാത്രാ നിരോധനം നിലനിൽക്കുന്ന ദുബായിൽ മുൻകൂട്ടി അനുമതി വാങ്ങാത്ത വാഹനങ്ങൾ പിടികൂടുവാൻ പോലീസ് ചെക്ക് പോയിന്റുകൾ തുറന്നിട്ടുമുണ്ട്. പെർമിറ്റുകളില്ലാത്ത വാഹന ഉടമകൾക്കും പിഴ ചുമത്തുമെന്ന് ഉറപ്പാണ്. ദുബായിൽ നിന്ന് ഷാർജയിലേക്കുള്ള റോഡിലും ജുമേറ അൽസഫ മേഖലയിലും ചെക്ക് പോയിന്റുകൾ തുറന്നിരിക്കുന്നു. അല്ലാതെയും പരിശോധനകൾ നിരവധി ഉണ്ടാകാം. ഇതിനു പുറമെ റഡാറുകളും ക്യാമറകളും നിരീക്ഷണത്തിലുണ്ടെന്ന കാര്യവും ഉറപ്പാണ്. കാൽനട, സൈക്കിൾ യാത്രക്കാർക്കും ഈ പെർമിറ്റ് ഇപ്പോൾ നിർബന്ധമാണ്. അത്യാവശ്യ സേവന മേഖലയിലുള്ളവരെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും തൊഴിൽ ഉടമയുടെ അനുമതി പത്രം കാണിച്ചേ തീരൂ. അവർക്ക് ജോലിക്ക് പോയി വരാൻ മാത്രമാണ് ഇപ്പോൾ അനുവാദമുള്ളത്. അവസരം യാതൊരു കാരണവശാലും ദുരുപയോഗിക്കാൻ പാടില്ല. സാധനങ്ങൾ വാങ്ങുവാൻ ദിവസവും കടകളിൽ പോകുന്നത് ഇനി മുതൽ അനുവദിക്കില്ല. ഏതാനും ദിവസത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിയേ തീരൂ. കോവിഡിനെതിരായ അണുനശീകരണം നടന്നു വരികയാണ് ദുബായിൽ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ 24 മണിക്കൂർ ഒരു പെട്ടെന്നുള്ള യാത്രാ വിലക്ക് തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യ സാധനങ്ങൾ ആവശ്യമുള്ളവർ അല്ലാതെ ആരും തന്നെ പുറത്തിറങ്ങുവാൻ പാടില്ലെന്ന് ദുബായ് ഭരണകൂടം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. തിങ്കളാഴ്ച മുതൽ എമിറേറ്റ്സ്, എത്തിഹാദ് വിമാന സർവീസുകളുടെ ചുരുങ്ങിയ വിമാന സർവീസുകൾ പുനർ ആരംഭിച്ചിരുന്നു. എന്നാൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.